നമസ്കാരം. സമക്ഷത്തിലേക്ക് സ്വാഗതം. 40 കൊല്ലത്തിലേറെയുള്ള മാധ്യമ പ്രവർത്തന അനുഭവങ്ങൾക്കിടയിൽ ഒരു സംഭവം എപ്പോഴും മനസ്സിൽ അനുരണനം കൊള്ളുന്നു. അമേരിക്കയിലെ സിയാറ്റിൽ നഗരത്തിൽ ഒരു വയോജന മന്ദിരത്തിൽ, അമേരിക്കയുടെ രീതിയിൽ പറഞ്ഞാൽ നഴ്സിംഗ് ഹോംസ് എന്നാണ്, അവിടെ 75 വയസ്സ് കഴിഞ്ഞ ധനികയായ ഒരു സ്ത്രീ, 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിലുണ്ടായിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ട അവർ, സമ്പന്നരായ മക്കൾ 5 പേരുണ്ടെങ്കിലും അവരെല്ലാം വീട്ടിൽ നിന്ന് ഉപദേശിച്ച് നഴ്സിംഗ് ഹോമിലേക്ക് അയച്ച് അവിടെ കഴിയുന്ന ധനികയായ അമ്മ. അവർക്ക് ഒരു പ്രയാസവുമില്ല സാമ്പത്തികമായി. പക്ഷേ നഴ്സിംഗ് ഹോമിൽ എന്ന് പറഞ്ഞാൽ വൃദ്ധമന്ദിരത്തിൽ സ്വന്തം മക്കൾ 2ഉം 3ഉം കിലോമീറ്റർ അകലെ മാത്രം താമസിക്കുന്ന വീടുകളിൽ നിന്നൊക്കെ മാറ്റപ്പെട്ട് ഒരു നഴ്സിംഗ് ഹോമിൽ വൃദ്ധമന്ദിരത്തിൽ കഴിയുന്ന അവരെ സന്ദർശിച്ചപ്പോൾ, ഒരു പഠനത്തിൻ്റെ ഭാഗമായി അവരെ കണ്ടപ്പോൾ ചോദിച്ചു, ഇന്ത്യ നല്ല കുടുംബ സംസ്കാരം നിലനിൽക്കുന്ന രാജ്യമാണെന്ന് അറിയുന്നു. ഇന്ത്യയിലെ കുടുംബങ്ങളിൽ വൃദ്ധജനങ്ങൾ ആദരപൂർവം പരിഗണിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നറിയുന്നു. മകനെ, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമോ? അവിടെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരതിഥിയായി എന്നെ താമസിപ്പിക്കാമോ? എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാം. എനിക്കുള്ള എല്ലാ സമ്പാദ്യവും എന്നെ ഏറ്റെടുക്കുന്ന ഏത് കുടുംബത്തിനും ഞാൻ നൽകാം. എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ആ അമ്മയുടെ ചോദ്യത്തിന് പക്ഷേ എനിക്കുത്തരം ഉണ്ടായിരുന്നില്ല. ഇത് സംഭവിക്കുന്നത് 1974 ദശാബ്ദങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആ അമ്മ ഇപ്പോൾ എവിടെയോ ആയിരിക്കും, പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഓർമ്മയിൽ. ജീവിച്ചിരിപ്പുണ്ടാവില്ല തീർച്ച. പക്ഷേ ആ അമ്മ ഒരോർമ്മയായി എവിടെയെങ്കിലുമൊക്കെ ഈ പ്രപഞ്ചബോധത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ അവസ്ഥയും ഈ അടുത്ത കുറേ വർഷങ്ങളായി മാറി മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെയും മുതിർന്ന പൗരന്മാർക്ക്, വൃദ്ധജനങ്ങൾക്ക്, വയോജനങ്ങൾക്ക്, രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത അവസ്ഥ വന്ന് തുടങ്ങിയിരിക്കുന്നു. പല വൃദ്ധജനങ്ങളും വീടുകളിൽ നിന്ന് പതുക്കെ മാറ്റപ്പെട്ടു തുടങ്ങുന്നു. അമ്മേ അല്ലെങ്കിൽ അച്ഛ, ആരോഗ്യ പരിപാലനത്തിന് അച്ഛൻ്റെയോ അമ്മയുടെയോ കാര്യങ്ങൾ സദാസമയം ജാഗ്രതയോടുകൂടി നോക്കി പരിപാലിക്കുന്നതിന് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് സമയമില്ലല്ലോ. ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടേ? ഞങ്ങളല്ലെങ്കിൽ ദൂരദേശങ്ങളിലാണല്ലോ ജോലി ചെയ്യുന്നത്. അവധിക്കിടയ്ക്കിടെ വരാൻ അത്ര സൗകര്യപ്രദമായ ഒരവസ്ഥയല്ലല്ലോ. അതുകൊണ്ട് വീടുകളിൽ ഒറ്റക്ക് കഴിയുന്നതിനേക്കാളും നല്ലത് അടുത്തുള്ള നഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ അവിടെ ഇനിയുള്ള കാലം സുഖമായി താമസിക്കുകയല്ലേ നല്ലത്. ഞങ്ങൾ ഇടയ്ക്കിടെ വന്ന് നോക്കിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞ് അച്ഛനമ്മമാരെ പതുക്കെ വീടുകളിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലും ഏറെ ആയി തുടങ്ങിയില്ലേ? കാലഗതിയിൽ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ സംസ്കാര മഹിമയിൽ മുന്നിട്ട് നിൽക്കുന്ന ഭാരതത്തിലും, കുടുംബ ബന്ധങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളുടെ ബന്ധങ്ങളിൽ അഭിമാനം കൊണ്ടിരുന്ന കേരളത്തിലും ഇപ്പോൾ കാലഗതിയിൽ വൃദ്ധന്മാർ, വയോജനങ്ങൾ, അച്ഛനമ്മമാർ ആവശ്യമില്ലാത്ത സാമൂഹിക ഘടകങ്ങളായി തീർന്നിരിക്കുന്നു. ഒരുപക്ഷേ കേരളത്തിലാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ 7.4% തൊട്ട് 8% വരെയാണ് 2001 സെൻസസ് പ്രകാരം വൃദ്ധജനങ്ങളുടെ കണക്ക്. ഇപ്പോൾ പുതിയ സെൻസസ് ഒരു വർഷം മുമ്പ് നടത്തി അതിൻ്റെ ഫലങ്ങൾ സമഗ്രമായ രീതിയിൽ പുറത്തുവിടാൻ ഇരിക്കുന്നതേയുള്ളൂ. എന്തായാലും അത് 9% വർദ്ധിച്ചിരിക്കും. ഈ പ്രശ്നം ഒരുപക്ഷെ ഏറ്റവും അധികം സാമൂഹിക പ്രശ്നങ്ങളിൽ ഏറ്റവും സങ്കീർണമായ, മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിലും മാനവികതയുടെ കാര്യത്തിലും ഏറ്റവും അധികം നമ്മുടെ ബുദ്ധിയെയും മനസാക്ഷിയെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമായി
മാറിയിരിക്കുന്നു. വയോജനങ്ങളുടെ പരാശ്രയത്തിൻ്റെ കണക്കിൽ കേരളം ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറേ മുന്നിലാണ്. അപ്പോൾ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെയും ബഹുജന ശ്രദ്ധയുടെ വിവിധ തലങ്ങളിലും പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇതിനനുസരിച്ചിട്ടുള്ള വിവരങ്ങളാണ്, റിപ്പോർട്ടുകളാണ്, അറിവുകളാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 15 വൃദ്ധജനങ്ങൾ ഈ കൊല്ലം തുടങ്ങി 4-5 മാസം കഴിഞ്ഞതേ ഉള്ളൂ കൊച്ചി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. ഗതി മറ്റൊന്നുമില്ല. മക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങളെ കരുതുന്നില്ല, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾ രോഗികളാണ്, മരുന്ന് വാങ്ങാൻ കാശില്ല, അതുകൊണ്ട് ദയവായി അധികൃതന്മാർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം, പോലീസ് സംരക്ഷണമെങ്കിലും തങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് കൊച്ചി പോലീസിൽ പരാതി ബോധിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ നഗരങ്ങളിലും ഇത്തരം പരാതികൾ ഏറി വരുന്നതായി പോലീസ് അധികൃതരും വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു സാമൂഹ്യ ഏജൻസികളും സന്നദ്ധ സേവാ സംഘടനകളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ സന്നദ്ധ സേവാ സംഘടനകളുടെ, എന്തിനു പറയുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടേതുപോലും ശ്രദ്ധ ഏറ്റവും അധികം പതിയേണ്ടുന്ന ഒരു രംഗമായി വയോജനക്ഷേമവും അത് സംബന്ധിച്ച പ്രശ്നങ്ങളും സാഹചര്യങ്ങളും മാറിയിരിക്കുകയാണ്. ഭരണകൂടത്തിന് ഈ കാര്യത്തിൽ വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 41-ാം വകുപ്പ് അനുസരിച്ച് വൃദ്ധജനങ്ങളുടെ സംരക്ഷണം ഭരണകൂടത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ, അതായത് സ്റ്റേറ്റിൻ്റെ, രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 47-ാമത്തെ വകുപ്പിൽ പൗരന്മാരിൽ ഏതൊരുവൻ്റെയും ജീവപരിപാലനത്തിന് ആവശ്യമായ ഭക്ഷണവും ഔഷധവും ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ബാധ്യതയല്ല, ഉത്തരവാദിത്വം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 41-ാം വകുപ്പും 47-ാം വകുപ്പും ഒരുമിച്ച് വെച്ചാൽ ഇന്ത്യയിലെ വൃദ്ധജനങ്ങളുടെ സംരക്ഷണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വമാണെന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ കൂടുതൽ ഉണ്ടാകേണ്ടുന്ന ഒരു പരിതസ്ഥിതിയാണ്, ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉളവായിരിക്കുന്നത്. 1999 കേന്ദ്രത്തിൽ ആദ്യമായി ഒരു വയോജനക്ഷേമ നയം ഉണ്ടായിരിക്കുന്നത്. ആ വയോജന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തലത്തിൽ വിവിധ പരിപാടികൾ, ക്ഷേമ പരിപാടികൾ, സ്കീമുകൾ, പെൻഷൻ പദ്ധതികൾ ഇവയൊക്കെ ഉണ്ടായെങ്കിലും അവ ഈ പ്രശ്നത്തിൻ്റെ വൈപുല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ വേണ്ടത്രയാകുന്നില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ സമീപകാലത്തുള്ള വിശദമായ പഠന റിപ്പോർട്ടുകൾ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൽ സത്വരമായി കൂടുതൽ ശ്രദ്ധ പതിയേണ്ടത് ആവശ്യമാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പെൻഷൻ സ്കീം അനുസരിച്ച് വൃദ്ധജനങ്ങൾക്ക് പെൻഷനുണ്ട്. പക്ഷേ നാമമാത്രമായ തുക 200 രൂപ പ്രതിമാസം. അത് 2012 ബജറ്റിൽ 300 രൂപയാക്കാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈയിടെ വൃദ്ധജനങ്ങളുടെ ദുരിതങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില സന്നദ്ധ സേവാ സംഘടനകൾ ഡൽഹിയിൽ ധർണയും മറ്റും നടത്തിയ പശ്ചാത്തലത്തിൽ UPA ചെയർപേഴ്സൺ എന്ന നിലയിൽ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി കേന്ദ്ര ഗവൺമെൻറ്റിൽ അത്തരം കാര്യങ്ങൾക്ക് ചുമതലയുള്ളവർക്ക് ഒരു നിർദ്ദേശം നൽകി. വൃദ്ധജനങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചേ പറ്റൂ എന്ന്. ആ നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം ഊന്നിപ്പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യക്ഷേമ പ്രശ്നങ്ങളിൽ അടിയന്തര പ്രാധാന്യമർഹിക്കുന്നത് വൃദ്ധജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് കേരള ഗവൺമെൻറ് സുവ്യക്തമായ ഒരു വയോജനക്ഷേമ സംരക്ഷണ നയം രൂപപ്പെടുത്തി വരികയാണ്. അതിനു വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പരിഗണനയിൽ ഇപ്പോൾ മുൻപന്തിയിലുള്ള ഈ വയോജന ക്ഷേമ നയം പ്രാവർത്തികമായ സമഗ്ര കർമ്മ പരിപാടിയായി പരിസംക്രമണം ചെയ്യപ്പെടുകയും കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന സുവ്യക്തമായ ഒരു നയ പരിപാടി UDF ഗവൺമെൻറ് പ്രാവർത്തികമാക്കുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അതിനു വേണ്ടി
ഉത്തരവാദപ്പെട്ടവരെ ഉണർത്താൻ ഈ സന്ദർഭം ഞങ്ങൾ സവിനയം പ്രയോജനപ്പെടുത്തുന്നു. വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാരുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്വമാണെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമായിരുന്നു 2007 ഡിസംബറിൽ കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ വയോജന സംരക്ഷണ നിയമം. ആ നിയമമനുസരിച്ചുള്ള ആദ്യത്തെ നടപടി കേരളത്തിലാണ് ഉണ്ടായത്. തീർച്ചയായും ഈ വയോജന പ്രശ്നത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രസക്തി അടിവരയിടുന്ന ഒരു സംഭവമായി അതിനെയും വിലയിരുത്താം. ഈ നിയമമനുസരിച്ച് 2008 ഒക്ടോബറിൽ കൊല്ലം ജില്ലയിൽ 74-കാരിയായ ലക്ഷ്മിക്കുട്ടി എന്ന വിധവയായ അമ്മയെ സംരക്ഷിക്കാതിരുന്ന മക്കൾക്കെതിരെ ഒരു സന്നദ്ധ സംഘടന ബോധിപ്പിച്ച പരാതിയിൽ കൊല്ലം പോലീസ് അന്വേഷണം നടത്തുകയും അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി ആ അമ്മയുടെ മൂത്ത മകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 14 കുട്ടികളെ നൊന്ത് പ്രസവിച്ച അമ്മയായിരുന്നു ലക്ഷ്മിക്കുട്ടി അമ്മ. അതിൽ 6 പേരൊഴികെ ബാക്കി അകാല മൃത്യുവിൽ അകന്നുപോയി. ഈ 6 പേരിൽ മൂത്ത ആളോടായിരുന്നു ലക്ഷ്മിക്കുട്ടി അമ്മക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് പോലും സംരക്ഷണം കിട്ടിയില്ല. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് മൂത്ത മകനായിരുന്നു. അതൊക്കെ പഴയ കഥ. പക്ഷേ ആ കഥയുടെ ദുരന്തമായ അല്ലെങ്കിൽ അത്രയൊന്നും ദുരന്തമല്ലാത്ത ശുഭോദർക്കമെന്ന് മറ്റൊരടിസ്ഥാനത്തിൽ പറയാവുന്നത് മദർ തെരേസയുടെ മിഷനറീസ് ഓഫ് ചാരിറ്റി കൊല്ലത്ത് നടത്തുന്ന ഒരു വൃദ്ധസദനത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ദുരന്ത കഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഇതൊന്നും ആരെങ്കിലും പ്രത്യേകിച്ച് വരുത്തിവെച്ച കാര്യങ്ങളല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നിറവേറ്റുവാൻ നമുക്ക് ബാധ്യതയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? നമ്മളെ നമ്മളാക്കിയത് അച്ഛനമ്മമാരാണ്. ആർക്ക് നിഷേധിക്കാൻ പറ്റും? സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും ഫാഷൻ അല്ലെങ്കിൽ ട്രെൻഡ്, അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ആ മേന്മ, അല്ലെങ്കിൽ അവർ പറയുന്ന ഇംഗ്ലീഷിൻ്റെ ആ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ പഴഞ്ചൻ അവസ്ഥ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടികളോട് പറയും, മോനെ മോളെ അവിടെ മുത്തശ്ശനെയോ മുത്തശ്ശിയെയോ അധികം പോയി ബുദ്ധിമുട്ടിക്കരുതേ, അവർക്ക് ഇപ്പോൾ ഈ വയസ്സുകാലത്ത് ആവശ്യം വിശ്രമമാണ് എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ മുത്തശ്ശിമാരിൽ നിന്ന് മുത്തശ്ശന്മാരിൽ നിന്ന് അകറ്റാനുള്ള വിദ്യ പോലും വശത്താക്കിയിരിക്കുന്നു ഇപ്പോഴത്തെ അച്ഛനമ്മമാർ. ഓർക്കുക, വല്ലപ്പോഴെങ്കിലുമല്ല, എല്ലായ്പ്പോഴും. കാരണം 10, 20, 30 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് സ്വന്തം അച്ഛനമ്മമാരെ അവഗണിക്കുന്ന നിങ്ങൾ ആധുനിക യുഗത്തിലെ അച്ഛനമ്മമാർ, പുത്തൻ അച്ഛന്മാരും അമ്മമാരും, നിങ്ങളും വാർദ്ധക്യത്തിലേക്ക് കടക്കും. നിങ്ങളുടെ പിഞ്ചോമന കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് കുമാരനായ മകൻ, കോളേജ് കുമാരിയായ മകൾ ജീവിതത്തിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെപ്പറ്റി പഠിക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരോട് എന്തു ചെയ്യുന്നു, അവരെ എത്രത്തോളം പരിരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ മനസ്സിലാക്കുന്നു, അച്ഛനും അമ്മയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, അവർ അതിന് പല ന്യായങ്ങളും കണ്ടെത്തുകയാണല്ലോ. ആ ബോധത്തോടു കൂടി വളരുന്ന നിങ്ങളുടെ കുട്ടികൾ, അവർ മുതിർന്നാൽ, നിങ്ങൾ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമായാൽ, അല്ലെങ്കിൽ നിങ്ങൾ 60, 70, 80 കഴിഞ്ഞ വൃദ്ധജനങ്ങളായാൽ, നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ നിങ്ങളുടെ മക്കളും ഉണ്ടാവുകയില്ല. ഇവിടെയാണ് പ്രശ്നം തുടരെ സങ്കീർണമായി തീരാൻ പോകുന്നത്. സമൂഹത്തിന്, ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു സാമൂഹിക പ്രതിഭാസം എന്ന നിലയിൽ ഇതിനെപ്പറ്റി നെടുനടങ്കൻ ഗവേഷണങ്ങളൊന്നും നടത്തി സമയം കളയാതെ, അതും ആവശ്യമാണ്. പക്ഷേ നടപടികൾക്ക് വെളിച്ചം വീശുന്ന ഗവേഷണങ്ങളായിരിക്കണം. അല്ലാതെ അക്കാദമിക ജടിലത കൊണ്ട്, സങ്കീർണത കൊണ്ട്, ആർക്കും ഒന്നും മനസ്സിലാകാത്ത കുറേ നിഗമനങ്ങളുമായുള്ള അത്തരം ഗവേഷണങ്ങൾ കൊണ്ട് കാര്യമില്ല. വൃദ്ധജനങ്ങളുടെ ക്ഷേമത്തിന് സമൂലമായ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് പെൻഷൻ ഉണ്ട്, അതെത്ര പരിമിതമായാലും. അല്ലാതെ സംഘടിത മേഖലകളിൽ നിന്ന് വിരമിക്കുന്നവർക്ക് പെൻഷൻ ഗ്രാറ്റുവിറ്റി തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. അസംഘടിത മേഖലയിലും അർദ്ധസംഘടിത മേഖലയിലും ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകൾ വൃദ്ധജനങ്ങളായി തീർന്നാൽ അവരെ സംരക്ഷിക്കുന്ന യാതൊരു സാമ്പത്തിക സജ്ജീകരണമോ സംവിധാനമോ ഇന്ന് നിലവിലില്ല. അതുണ്ടാകണം. സാമൂഹ്യ സുരക്ഷയുടെ
സോഷ്യൽ സെക്യൂരിറ്റിയുടെ വിശാല വലയത്തിൽ, സംരക്ഷണ വലയത്തിൽ വയോജനങ്ങളും ഉണ്ടായിരിക്കണം. തൊഴിലില്ലാത്ത യുവാക്കൾ ഒരു വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ നാട്ടിൽ, ഇന്നും അതെ. പക്ഷേ തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രയാസങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള വൈപുല്യം വയോജന പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഭരണകൂടം ഇതിന് സത്വരമായ ശ്രദ്ധയോടുകൂടി ദീർഘകാല വീക്ഷണത്തോടുകൂടി പെൻഷൻ സ്കീമുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം. വൃദ്ധജനങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. തങ്ങളെ ആർക്കും വേണ്ട, തങ്ങൾക്കൊന്നും വയ്യ, തങ്ങൾക്കൊരു പ്രയോജനവും ഈ സമൂഹത്തിന് ചെയ്യാനില്ല, തങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അകറ്റി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് കരുതുന്ന മാനസികാവസ്ഥ തെറ്റാണ്. അത് ശാരീരികമായ രോഗാവസ്ഥകൾക്ക് പോലും ഇടവരുത്തും. മറിച്ച് വൃദ്ധജനങ്ങളാണെങ്കിലും ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് വിളക്കിയെടുത്ത പാഠങ്ങൾ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യവും പ്രത്യാശയും നമുക്കുണ്ടാകണം. ആശ്വാസമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും നമ്മെ ഭരിക്കുന്നവരുടെ പ്രായം ഈ വയോജനങ്ങളുടെ പ്രായവുമായി പൊരുത്തപ്പെടുന്നതാണ്. 80 വയസ്സ് കഴിഞ്ഞ നിരവധി പേർ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭരണഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. പേരൊന്നും എടുത്തു പറയണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും മാധ്യമ അജണ്ട നിശ്ചയിക്കുന്നത് ഏതാണ്ട് 90 വയസ്സായ 2-3 വ്യക്തികളാണ്. ആരാണെന്ന് ഇവിടെ പറയേണ്ട കാര്യം തന്നെയില്ല, അത്രമേൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് പ്രായം ഏറെ ചെന്ന 70 കഴിഞ്ഞ, 75 കഴിഞ്ഞ, 80 കഴിഞ്ഞ, 90-ൽ തൊട്ട് നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കുമുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. കാരണം തങ്ങളെപ്പോലെ വയസ്സായി ജീവിതത്തിൻ്റെ ആ ഒരു ഉത്തരായന ഘട്ടത്തിൽ പ്രവേശിച്ചു നിൽക്കുന്ന വ്യക്തികളുടെ ക്ഷേമം തങ്ങളുടെ പ്രത്യേക പരിഗണനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഏറെ മുതിർന്ന രാഷ്ട്രീയ രംഗത്തെ കാരണവന്മാരും തലതൊട്ടപ്പന്മാരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നത്, വയസ്സ് എത്രയായാലും അതൊരു പ്രശ്നമല്ല. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആ നിലയിൽ അനുഭവിക്കുന്ന ഉണർവും ഉത്തരവാദിത്വ ബോധവും സമൂഹത്തെ നയിക്കുവാനുള്ള ആർജവവും കരുത്തുമൊക്കെ അതിൻ്റെ ഒരു അംശം വയോജനങ്ങൾക്ക് പൊതുവേ പകർന്നു കൊടുക്കാനുള്ള ഉപദേശ നിർദ്ദേശ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, ക്ഷേമ പരിപാടികളുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിനുള്ള സ്വാഭാവികമായ ഒരു മാനവിക ഉത്തരവാദിത്വം ഏറെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണസാരഥികൾക്കും ഉണ്ടെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഓർമ്മപ്പെടുത്താൻ മാത്രമല്ലേ മാധ്യമപ്രവർത്തകർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണം, പെൻഷൻ തുക വർദ്ധിപ്പിക്കണം എന്ന UPA ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗാന്ധിയുടെ പുതിയ ആഭിമുഖ്യത്തിനും കേരളത്തിൽ ഒരു സുവ്യക്തമായ ഫലപ്രദമായ ദീർഘവീക്ഷണ സംബന്ധിയായ ഒരു വയോജന നയപരിപാടി ഉണ്ടാകണമെന്ന് ഉറച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കും പ്രത്യേകിച്ച് ആ വഴിക്ക് ആശംസകൾ നേരുന്നു. സമൂഹത്തിൻ്റെ പൊതുവായ ഉത്തരവാദിത്വവും ഭരണകൂടത്തിൻ്റെ പ്രത്യേകമായ ചുമതലയും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സമക്ഷം ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ ബഹുജനങ്ങളിൽ മക്കളായ ആളുകളോട്, പുത്രിമാരോടും പുത്രന്മാരോടും അവർക്ക് തങ്ങളുടെ അച്ഛനമ്മമാരോടുള്ള കർത്തവ്യമെങ്കിലും നിറവേറ്റാൻ സാധിക്കുമെങ്കിൽ അത് നാളെ അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് താങ്ങും തണലുമായി തീരും എന്ന കാര്യം അവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് അവരുടെ മക്കൾക്ക് ഒരു പാഠമായി തീരും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം സമക്ഷം ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരുടെ സവിശേഷ ജാഗ്രതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. കേട്ടതിന് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.